വയനാട് ഉരുൾപൊട്ടലിൽ ദാരുണമായി മരിച്ചവരുടെ മൃതശരീരങ്ങൾ ഇൻക്വസ്റ്റ് നടപടിക്കും പോസ്റ്റ്മോർട്ടത്തിനുമായി പോലീസിനൊപ്പം സഹായിച്ച IRW വനിതാ പ്രവർത്തകർ നേരിട്ടത് കരളലിയും കാഴ്ചകളെന്ന് സംഘങ്ങൾ. ശരീരത്തിന്റെ അടർന്നുപോയ ഭാഗങ്ങൾ, പൂർണ്ണമല്ലാത്ത ശരീരഭാഗങ്ങൾ എല്ലാം തന്നെ ചെളിയും അഴുക്കും കളഞ്ഞ് വൃത്തിയാക്കി മനുഷ്യരൂപത്തിലാക്കുന്ന ഏറെ ശ്രമകരമായ ജോലിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ പ്രവർത്തകരായ IRW വളണ്ടിയർമാർ ചെയ്തു വരുന്നത്. 300ഓളം വരുന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് മാറി മാറി സേവനം ചെയ്തത്. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശരീരങ്ങൾ വൃത്തിയാക്കുമ്പോൾ നെഞ്ചു പിടയുന്ന അനുഭവമായിരുന്നു എന്ന് ഈ മേഖലയിൽ വർഷങ്ങളുടെ പരിചയമുള്ള മലപ്പുറം വളാഞ്ചേരി സ്വദേശി റെജീന പറയുന്നു. നിലമ്പൂരും മേപ്പാടിയിലുമായി 200 മൃതശരീരങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ കഴുകി വൃത്തിയാക്കി. കോഴിക്കോട് വിവിധ കേരളത്തിന് ഏകദേശം അടുത്തുള്ള ജില്ലകളിൽ നിന്ന് എല്ലായിടത്തുനിന്നും ഈ ഒരു പ്രവർത്തനത്തിൽ ഈ സന്നദ്ധതയുള്ള മനസ്സുള്ള എല്ലാ പ്രവർത്തകരും ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വരാൻ കഴിയുന്നവരും രാത്രി വന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് എന്തായാലും ഇതിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടണം, ഒരു സേവനം ചെയ്യണം. ഈ ആളുകൾക്ക്, മരണപ്പെട്ടുപോയ ആളുകളുടെ അന്ത്യകർമ്മങ്ങൾക്ക് ഞങ്ങൾക്കും പങ്കാളിയാകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആളുകൾ പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വരാനുണ്ടോ, അവസരമുണ്ടോ, ഞങ്ങൾക്ക് വന്നിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സഹോദരന്മാർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാരുമില്ലാത്തവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് മൃതശരീരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് സങ്കടകരമായ കാര്യമാണെന്ന് വളണ്ടിയർമാർ വ്യക്തമാക്കി. രാപ്പകലില്ലാതെയുള്ള IRW വനിതാ വിങ്ങിന്റെ സേവനം എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടു. വയനാട് നിന്നും മാറൂഫ് പനമരം തയ്യാറാക്കിയ റിപ്പോർട്ട്.